ഗൈസ്, ഞാനിന്ന് നെല്ലിയാമ്പതി പോവാണ് ഫാമിലിയും കൊണ്ട്. യൂട്യൂബിലെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് ഇന്റർവ്യൂ വരെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ സാധാരണ പോക്കൊന്നുമല്ല. ഈ പോക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അത് വഴിയെ കാണും. പാലക്കാടിന്റെ രമണിയും ഫാമിലിന്റെ തള്ളും. രമണി കുഴപ്പമില്ല, പക്ഷെ തള്ളു സഹിച്ചു പിടിച്ച് നെല്ലിയാമ്പതി എത്താനായി. ഇനി ചുരം കയറുമ്പോ ഛർദിക്കുന്നവർക്കുള്ള നാച്ചുറൽ മെഡിസിനും ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും എല്ലാതും വാങ്ങി കയറാനുള്ള പാസും എടുത്ത് ഇനി ചുരത്തിലെ കഥകള്. നെല്ലിയാമ്പതി ചുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു ചുരങ്ങളെ പോലെ കേറിയിട്ട് വേറൊരു ഭാഗത്തേക്ക് പോവാൻ പറ്റൂല. എന്ന് വെച്ചാ വയനാട് കയറിയ മൈസൂര് പോവാ, ഊട്ടി കയറിയ വേറെ ഭാഗത്തേക്കും പോവാൻ പറ്റും. പക്ഷെ നെല്ലിയാമ്പതി കേറിയ വഴി തന്നെ തിരിച്ചിറങ്ങണം. അതാണ് നെല്ലിയാമ്പതി. ഇതാണ് കേറിയതും കാണുന്ന ആദ്യ വ്യൂ പോയിന്റ്. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ എടുക്കുന്ന സ്പോട്ടാണ്. ഇവിടെ നിന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. വണ്ടിയിൽ എണ്ണടിക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം എന്റെ കയ്യിലുണ്ടാവും. പേടിച്ച് നെല്ലിയാമ്പതി അങ്ങാടി എത്തി. ഈ കാണുന്ന ചെറിയൊരങ്ങാടി. ഇവിടെ ട്രക്കിങ്ങും ജീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അതിന്റേതായ റേറ്റും ഉണ്ട്. കൊടുത്ത റേറ്റിന് കാണാനും ഉണ്ടാവും. ഇനി നെല്ലിയാമ്പതി വന്ന് എണ്ണ കഴിഞ്ഞ് വെച്ചിട്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെ പമ്പൊന്നുമില്ല. ഇതുപോലുള്ള ചെറിയ കടകളിൽ സാധനം കിട്ടും. 2-3 കടകളിലേക്ക് ചോദിച്ചു വാങ്ങിയാൽ മതി. കാരണം ഓരോ കടയിലും ഓരോ റേറ്റ് ആണ്. നമുക്ക് 10 രൂപ ലാഭം കിട്ടുന്ന പോലെ വാങ്ങിയാൽ മതി. എന്തായാലും പമ്പൊന്നും കൊടുക്കുന്ന റേറ്റ് കിട്ടൂല. അങ്ങനെ 2-3 കടകളൊക്കെ കയറി ഇറങ്ങി നമ്മളെ ഐറ്റം കിട്ടി. എല്ലാരും വിചാരം ഞാൻ കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് എന്ന്. സത്യം പറഞ്ഞ ശരിക്കും മറന്നുപോയതാണ്. ഇതാണ് ആഷിതാക്ക. ഗൾഫിൽ നിന്ന് വന്നിട്ട് ട്രിപ്പ് സ്പോൺസർ ചെയ്തതാണ് എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇനി അൽഹംദുലില്ലാഹ് ചൊല്ലി എണ്ണ ഒഴിക്കുക. സത്യം പറഞ്ഞ വീഡിയോ കാണുന്ന പോലെ സിമ്പിൾ ഒന്നല്ല. ചുരത്തുനിന്ന് എണ്ണ കഴിയുമെന്നുള്ള പേടി നാലിലുണ്ടായിരുന്നു. ബിസ്മീൻ ചൊല്ലി ഞാൻ തന്നെ ഒഴിച്ചു കഴിഞ്ഞപ്പോ മനസ്സിനൊരു സുഖം. 4 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതും 2 വീടും കെട്ടിയ ഒരു സുഖം. ഇനി ശരിക്കും ശ്വാസം വിട്ട് എല്ലാം കണ്ടുപോവാ. അപ്പോത്തിന് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ലഞ്ച് ബ്രേക്ക്. പ്ലേറ്റും കുപ്പിയും വെള്ളവും ഫുഡൊക്കെ എടുത്ത് ഈ കാണുന്ന മലയോരത്തിരുന്ന കഴിക്കാൻ പോണ്. ഇങ്ങനെ കഴിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാണ്. പൊട്ടിച്ചിട്ട് ചിക്കൻ എടുക്കാനുള്ള തിരക്കൂട്ടാണ്. മൂത്തമ്മാന്റെ നേതൃത്വത്തിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. മൂത്തമ്മാനെ കുറിച്ച് പറഞ്ഞ ബജ്ജിക്ക് കായപ്പൊടി ഇടാൻ പറഞ്ഞപ്പോ ചായപ്പൊടി ഇട്ട ടീമാണ്. സത്യം പറഞ്ഞ നല്ല വിഷമുണ്ടായിരുന്നു. ഒരു കയ്യില് ചിക്കൻ ബിരിയാണിയും അതിന്റെ ചുറ്റും ഈ കാണുന്ന വ്യൂ വേറെ ലെവല്. അതിന്റെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റൂ. ഇത് അവിടുന്ന് പരിചയപ്പെട്ടതാണ്. നായിന്റെ സ്നേഹം വേറെ തന്നെയാണ്. നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ഒരു സങ്കട കാഴ്ച കണ്ട്. ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. വേസ്റ്റ് ഒക്കെ പെറുക്കി കവറിലാക്കി കയ്യിൽ വെച്ച് എവിടെയും ഇടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവും. അല്ലാതെ ഇതുപോലെ ഒന്നും ആരും ചെയ്യല്ലേ. ഇനി പോണതാണ് നെല്ലിയാമ്പതിയിലെ മെയിൻ സ്പോട്ട്. 20 കൊടുത്ത് പാർക്കിങ്ങും ചെയ്ത് നമ്മളീ പോണ സ്ഥലത്തിന്റെ പേരാണ് സീതാർകുണ്ടെന്ന് അറിയപ്പെടുന്ന വലിയൊരു കൊക്ക. ഇവിടെ നിന്ന് നോക്കിയാ പാലക്കാട് ജില്ല ഏകദേശം കാണാം. അത് കഴിഞ്ഞ് അവിടെ ചായ കുടിക്കാനും ചീച്ചി പാത്താനൊക്കെ സൗകര്യമുണ്ട്. ചായ അടക്കം വീട്ടിൽ നിന്നാ കൊടുന്ന്. ഗൾഫുകാരൻ സംഭവം തന്നെ. 4 മണിക്ക് മുന്നേ ചുരം ഇറങ്ങി എല്ലാരും ഓരോ വാളും വെച്ച് വഴിന്നൊരു ചായയും കുടിച്ച് നമ്മള് വീട്ടിൽ പോയി. എല്ലാരും സർക്കപ്പ് ചെയ്യാ, ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ സലാം.